ബോഡിക്ക് ആവശ്യമായതിനപ്പുറത്തേക്കൊരു വ്യായാമത്തിലേക്ക് പോകരുത്. കാരണം അതെന്നും നിലനിർത്താൻ നിനക്ക് കഴിയില്ല. എന്നാൽ തീരെ വ്യായാമം ഇല്ലാതെയും ഇടരുത്. മസിൽ കാണിക്കുന്നത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയോ പ്രോട്ടീൻ പൗഡർ കഴിക്കുകയോ ചെയ്യരുത്. അതൊക്കെ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും. എന്നാൽ വളരെ നാച്ചുറലായ ഫുഡിൽ നിന്ന് ഈ പ്രോട്ടീൻ പൗഡർ തരുന്നതിനേക്കാൾ വിശ്വാസയോഗ്യമായ പ്രോട്ടീൻ പടച്ച തമ്പുരാൻ, ജഗദീശനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ, സ്രഷ്ടാവായ തമ്പുരാൻ ഇവിടുത്തെ പല സാധനങ്ങളിലും കൃത്യമായി വെച്ചിട്ടുണ്ട്. അത് കഴിക്കാൻ തയ്യാറായാൽ മതി. ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ ഒരു ഡബ്ബ വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു ഊർജ്ജസ്വലത ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് നിങ്ങൾ ബോഡിയിൽ കണ്ടു എങ്കിൽ നിങ്ങൾ അടുത്ത ആളോടും പറയും, എന്ത് കഴിച്ചോ, ഭയങ്കര കരുത്താണ്. ഈ കരുത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചില മനസ്സിലായില്ല കെമിക്കൽസ് വഴി ലഭിക്കുന്നതായിരിക്കും. അങ്ങനത്തെ കെമിക്കലുകൾ ഇതിൽ കൂട്ടിയിട്ടുണ്ടാവും. ആ കെമിക്കൽ നിങ്ങളെ ബോഡിയിൽ നേരെ എതിരായി പ്രവർത്തിക്കും. താൽക്കാലികമായ ഊർജ്ജസ്വലത നിങ്ങൾക്ക് തരുന്നത് ഉറപ്പന്നെ. പക്ഷേ അതേ സമയത്ത് നിങ്ങൾക്ക് ബോഡിയിൽ ക്യാൻസർ ഉണ്ടാകാനും ട്യൂമർ ഉണ്ടാകാനും ഇത് കാരണമാവും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ കരുത്തിന്, അവൻ്റെ പേശിക്ക് കരുത്തുണ്ടാവാൻ, അതേപോലെ തന്നെ പുതിയ പുതിയ കോശങ്ങളുടെ പാച്ച് വർക്കുകൾ, പുതിയ കോശ നിർമ്മാണങ്ങൾ, ഇങ്ങനെ തുടങ്ങി മനുഷ്യന് കരുത്തുണ്ടാവാൻ, ഊർജ്ജസ്വലത, ഉള്ളിൽ കരുത്തുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വ്യത്യാസം അയാളുടെ ബോഡിയിൽ, അയാളുടെ മുഖത്ത്, അയാളുടെ പ്രവർത്തനങ്ങൾ, ചലനങ്ങളിലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവണമെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ബോഡിയിൽ ആവശ്യമായ പ്രോട്ടീൻ ലഭിച്ചിരിക്കണം എന്നാണ്. ഈ പ്രോട്ടീൻ ഉണ്ടായാൽ മാത്രമേ അയാൾക്ക് ഊർജ്ജസ്വലത, കരുത്ത്, ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യന് ആവശ്യമായ സംഗതികൾ മുഴുവനും കൃത്യമായും അയാൾക്ക് ലഭിക്കണമെങ്കിൽ അയാൾക്ക് ആവശ്യമായ പ്രോട്ടീൻ അയാളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കണം. ശരീരത്തിൻ്റെ വളർച്ച, പേശികളുടെ സംരക്ഷണം, കോശങ്ങളുടെ നന്നാക്കൽ, അതേപോലെ തന്നെ ഇതിനെല്ലാം പ്രോട്ടീൻ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായ ഹോർമോണുകൾ അധികരിപ്പിക്കുക, അതേപോലെ തന്നെ എൻസൈമുകൾ പുതിയതായി ബോഡിക്ക് നൽകുക, ആവശ്യമായതെല്ലാം. അതേപോലെ തന്നെ ബോഡിയിലെ തേയ്മാനത്തെ പേച്ച് വർക്ക് ചെയ്യുക, ഇങ്ങനെ കോശങ്ങളുടെ പുനരുജ്ജീവനം ഉണ്ടായിരിക്കുക, മരിച്ചു പോകുന്ന കോശങ്ങളുടെ സ്ഥാനത്ത് പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാവുക, കേടായ ടിഷ്യൂകളെല്ലാം വേഗത്തിൽ അത് ഭേദമാക്കുക, ഇങ്ങനെ തുടങ്ങി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുക, നല്ല പ്രതിരോധ ശേഷി, കരുത്ത്, ഇതൊക്കെ ഉണ്ടാവാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ് പ്രോട്ടീൻ. ഇത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എല്ലാവർക്കും അറിയാം, ബോഡിയിൽ പ്രോട്ടീൻ ഇല്ലെങ്കിൽ ആ ബോഡിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് എത്രയും പെട്ടെന്ന് രോഗത്തിന് അടിമപ്പെട്ടു പോകും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്നത്തെ യുവാക്കളും ആ യുവാക്കളെ പോലത്തെ ആയ മധ്യവയസ്കരും ഏകദേശം വൃദ്ധന്മാർ വരെ പ്രോട്ടീന് വേണ്ടി പ്രോട്ടീൻ പൗഡറുകളാണ് ആശ്രയിക്കുന്നത്. അത് വലിയൊരു ദുരന്തമാണ്. അതായത് കുറ്റമറ്റ ഒരു പ്രോട്ടീൻ പൗഡർ ഇന്ന് വിപണിയിൽ ലഭ്യമല്ല. ഒരു പ്രോട്ടീൻ പൗഡറുകളെ ആശ്രയിക്കുകയേ ചെയ്യരുത്. പ്രോട്ടീൻ പൗഡർ ആശ്രയിച്ചാൽ നിങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾ രോഗത്തിന് അടിമപ്പെട്ടു പോകും. ചില പ്രോട്ടീൻ പൗഡറുകളിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന കണ്ടൻറ്റ് പോലും വ്യക്തമാക്കാത്തതുണ്ട്. ആ പ്രോട്ടീൻസിനെ എവിടുന്നാണ് ഈ പ്രോട്ടീൻ പൗഡറിൽ എടുത്തത് എന്നതിനും ഒരു കൃത്യത കിട്ടൂല. വളരെ ശ്രദ്ധിക്കണം. ചില മരുന്നുകൾ, ഉദാഹരണം പറയാം, ഒമേഗ-3 ലഭ്യമാകുന്ന ഗുളികകൾ, മീൻ ഗുളിക എന്ന് പറയും. ഒമേഗ-3 ലഭ്യമാകുന്ന മീൻ ഗുളികകൾ, ഈ മീൻ ഗുളികകൾ ഇന്ന് വിപണിയിൽ കിട്ടും. പക്ഷേ എന്താണ് ഈ സാധനം എന്നതിനെ കുറിച്ചൊരു കൃത്യതയില്ല. അതൊരു കാരണവശാൽ അതൊന്നും ഉപയോഗിക്കരുത്. വളരെ ഞാൻ നിങ്ങളോട് ഗൗരവമായി പറയാൻ, അത്തരം മീൻ ഗുളികകൾ ഉപയോഗിക്കരുത്. കാരണം ഈ മീൻ ഗുളികകൾ എവിടുന്ന് ഉണ്ടായി എന്നതിനെക്കുറിച്ചൊരു കൃത്യമായൊരു കാര്യം പറയാൻ കഴിയില്ല. ഉറപ്പില്ല. ഒന്നിനും ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല ഇന്നത്തെ നിലവിലെ സാഹചര്യങ്ങൾ. എന്തുകൊണ്ട്? ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു കാര്യത്തിനൊരു ഒരു മരുന്ന് കഴിച്ചാൽ ആ മരുന്നിനൊരു പ്രത്യേകമായ ഫലം പെട്ടെന്ന് കാണിക്കുക എന്നത് ആ മരുന്ന് കമ്പനിയുടെ ഒരു ലക്ഷ്യമായിരിക്കും. എന്തുകൊണ്ട്? അതിനനുസരിച്ച് മരുന്നുകൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ അതിൻ്റെ ഒറിജിനൽ നാച്ചുറൽ സിസ്റ്റത്തിന് പകരം അഡീഷണൽ ചില സാധനങ്ങൾ അതിലേക്ക് കയറ്റും.
ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും, ക്യാൻസർ വരെ ഉണ്ടാക്കും. അതായത് നിങ്ങളുടെ ബോഡിയിൽ ആവശ്യമല്ലാത്ത, എന്നാൽ പെട്ടെന്ന് തന്നെ മനുഷ്യന് കരുത്ത് തോന്നുന്ന ചില സാധനങ്ങൾ, അങ്ങനെ നശിച്ചുപോയ ആളുകൾ ലോക ചരിത്രത്തിൽ അനവധി ഉണ്ട്. എൻ്റെ സാത്താൻ്റെ നവലോകക്രമം എന്ന പുസ്തകത്തിൽ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഴയ കാലത്ത് അത് അറിയാത്ത ഡോക്ടർമാർ പറയുന്നത് പോലും നിങ്ങൾ വിശ്വസിക്കണ്ട. ദഹനപ്രക്രിയ സുഗമമാകാൻ വേണ്ടി സിഗരറ്റ് വലിക്കൂ എന്ന് ലോകത്ത് പരസ്യം കൊടുത്തവരാണ് ഡോക്ടർമാർ. ഡോക്ടർമാർ എൻ്റെ സാത്താൻ്റെ നവലോകക്രമം എന്ന പുസ്തകത്തിലുണ്ട്. വളരെ ഒതൻറ്റിക്കായ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ല? സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എഴുതാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അതിനു മുമ്പ് ലോകപ്രശസ്തരായ ഡോക്ടർമാർ പരസ്യം കൊടുത്തു. എന്തിനാണ് പരസ്യം കൊടുക്കുന്നത്? സിഗരറ്റ് വലിക്കുന്നത് നല്ലതാണ്. ആരാണിത് ചെയ്തത്? ഡോക്ടർമാർ. പഞ്ചസാര കഴിക്കുന്നത് നല്ലതാണ് എന്ന് ഡോക്ടർമാർ പരസ്യം കൊടുത്തു. നാച്ചുറൽ ശർക്കരയേക്കാൾ നല്ലത് പഞ്ചസാരയാണ് എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തു. അത് അനവധി ആളുകളെ പ്രമേഹ രോഗികളാക്കി. ഒരു കാലത്ത് ശർക്കര ഉപയോഗമേ ഉള്ളൂ, പഞ്ചസാര ഉപയോഗമില്ല. പക്ഷെ ലോകപ്രശസ്തനായ ഡോക്ടർമാർ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ അങ്ങോട്ട് പോയി. പഞ്ചസാര ഫാക്ടറികളെല്ലാം ഇവർക്ക് വലിയ നിലക്ക് കൈക്കൂലി കൊടുക്കുകയും ചെയ്തു. മനസ്സിലാവുള്ള പറഞ്ഞത്? ഇതൊക്കെ ലോകത്ത് നടന്ന വളരെ കൃത്യമായ തെളിവുകൾ തരാൻ എനിക്ക് കഴിയും. ഞാൻ ചില പ്രഭാഷണങ്ങളിലൊക്കെ അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഒരു സാധനത്തിൻ്റെ ആ സാധനത്തിനൊരു ഫലം പെട്ടെന്ന് കണ്ടു എന്നതുകൊണ്ട് ഈ സാധനം ഒറിജിനലാണെന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പ്രോട്ടീൻ പൗഡറുള്ള ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ ഒരു ഡബ്ബ വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു ഊർജ്ജസ്വലത ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് നിങ്ങളുടെ ബോഡിയിൽ കണ്ടു എങ്കിൽ നിങ്ങൾ അടുത്ത ആളോടും പറയും, എന്ത് കഴിച്ചോ, ഭയങ്കര കരുത്താണ്. ഈ കരുത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചില മനസ്സിലായില്ല കെമിക്കൽസ് വഴി ലഭിക്കുന്നതായിരിക്കും. അങ്ങനത്തെ കെമിക്കലുകൾ ഇതിൽ കൂട്ടിയിട്ടുണ്ടാവും. ആ കെമിക്കൽ നിങ്ങളെ ബോഡിയിൽ നേരെ എതിരായി പ്രവർത്തിക്കും. താൽക്കാലികമായ ഊർജ്ജസ്വലത നിങ്ങൾക്ക് തരുന്നുള്ളത് ഉറപ്പന്നെ. പക്ഷേ അതേ സമയത്ത് നിങ്ങൾക്ക് ബോഡിയിൽ ക്യാൻസർ ഉണ്ടാകാനും ട്യൂമർ ഉണ്ടാകാനും ഇത് കാരണമാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എൻ്റെ അറിവിൽ ഒരാൾ ആക്സിഡൻറ്റിൽപ്പെട്ടു. ആക്സിഡൻറ്റ് പെട്ടപ്പോൾ ഡോക്ടർമാരടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കാലിനാണ് ആക്സിഡൻറ്റ് വന്നത്. അപ്പോൾ ഡോക്ടർമാർ വേഗം പറഞ്ഞു കാലാണ് മുറിച്ച് കളയാം. പക്ഷെ ആ കുടുംബം കുറച്ച് റിച്ചായ കുടുംബമാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മകന് ഒരു കാലില്ല എന്ന് പറയുന്നത് അവർക്കൊരു മാനക്കേടായി തോന്നി. അപ്പോൾ അവരെന്ത് പറഞ്ഞു? എന്ത് മരുന്ന് ഞങ്ങൾ വാങ്ങിച്ചോളാം, ഞങ്ങൾ ജർമ്മനിയിൽ നിന്ന് മരുന്ന് വരുത്താം, ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്താം, എത്ര പൈസയും ചിലവാക്കാം, ഞങ്ങളെ കുട്ടിയുടെ കാല് മുറിക്കരുത്. ഡോക്ടർമാർ സമ്മതിച്ചു. ലോകത്തിൻ്റെ നാനാഭാഗത്തും മരുന്ന് വരുത്തി കാല് മുറിക്കാതെ അവർ പരിഹരിച്ചു കൊടുത്തു. പക്ഷേ പിറ്റേ വർഷം ഈ വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടായി. 3 കൊല്ലം കൊണ്ട് ക്യാൻസറിൽ മരിച്ചു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നന്നായിരുന്നത് എന്തായിരുന്നു? മനസ്സിലായി? നന്നായിരുന്നത് എന്തായിരുന്നു? കാല് മുറിക്കുക. കാല് മുറിച്ചാൽ പിന്നെ അത് ഉണങ്ങിയാൽ ആ കാര്യം ക്ലിയറായി. ഇത് കാല് മുറിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് കയറ്റിക്കൂട്ടിയത് കയ്യും കണക്കുമില്ല. ആൻറ്റിബയോട്ടിക്കുകൾ കയറ്റി, അനവധി രാസപദാർത്ഥങ്ങൾ കയറ്റി, അനവധി ഇംഗ്ലീഷ് മരുന്നുകൾ കയറ്റി. ഈ ഇംഗ്ലീഷ് മരുന്നുകൾ അനവധി അളവിൽ ബോഡിയിലേക്ക് വന്നപ്പോൾ ഈ ബോഡിക്ക് സ്വാഭാവികമായി എന്തുണ്ടായി? ക്യാൻസർ ഉണ്ടായി. സ്വാഭാവികമാണ്. ക്യാൻസർ മരിച്ചു. 3 കൊല്ലം കൊണ്ട് ക്യാൻസർ മരിച്ചു. അതേ നാട്ടിൽപ്പെട്ട വേറൊരാൾക്ക് ഇതുപോലെ ആക്സിഡൻ്റ് ഉണ്ടായി. ആശുപത്രി കൊണ്ടുപോയ ഉടനെ തന്നെ ആ കുടുംബം ഈ വ്യക്തിയും പറഞ്ഞു മുറിച്ചു. അയാൾ ഇന്നും ജീവിക്കുന്നുണ്ട്. അയാളെ കാര്യങ്ങളൊക്കെ അയാൾക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതിന് താല്പര്യം, ഒരു മനുഷ്യന് പടച്ചോൻ നിശ്ചയിച്ച അവധി കൂടും കുറയും എന്നൊന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം.
ഒരാളുടെ കൈയും കാലും മുറിഞ്ഞു പോയാൽ മുറിക്കണം എന്ന് പറഞ്ഞുകൊടുത്ത് പിന്നെ മുറിക്കൽ പഠിച്ചോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ അമിതമായ ഈ പ്രോട്ടീൻ പൗഡറുകളിൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമ്മളെപ്പോലത്തെ ആളുകൾക്ക് എന്നല്ല, പലപ്പോഴും ഒരു സാധാരണ ഡോക്ടർ പോലും അത് പൂർണ്ണമായി കണ്ടെത്താൻ പ്രയാസമാണ്. പിന്നെ അത്ര വലിയ ഗൗരവമായ പരിശോധനകൾ നടത്തണം. ഈ പരിശോധനകൾ നടത്തിയാൽ തന്നെ ഇത് എവിടുന്നാണ് വന്നു എന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ഞാൻ ഇതൊന്നും വേണ്ടെന്ന് പറയില്ല, പരമാവധി നല്ലത് നമ്മൾ പ്രോട്ടീൻ പൗഡറുകളെ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ പ്രോട്ടീൻ പൗഡറിനേക്കാൾ നിനക്കാവശ്യമായ എല്ലാവിധ പ്രോട്ടീനും നീ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നാച്ചുറലായി പടച്ചമ്പുരാൻ വെച്ചിട്ടുണ്ട്. ആ നാച്ചുറലായ ഭക്ഷണം കഴിക്കാൻ നീ തയ്യാറായാൽ മതി. അത് ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ ആവശ്യം നമുക്കില്ല. ഈ പ്രോട്ടീൻ പൗഡർ നമുക്ക് വിശ്വസനീയവുമല്ല. നീ താൽക്കാലികമായ ഊർജ്ജസ്വലതയ്ക്ക് വേണ്ടിയും താൽക്കാലികമായ നിൻ്റെ ശരീരത്തിൻ്റെ അഴകും കരുത്തും കൂട്ടിയതായി, പേശി കരുത്തൊക്കെ കൂട്ടിയതായി ജനങ്ങളെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നീ പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ അതനുസരിച്ച് ചില താൽക്കാലിക മാറ്റങ്ങൾ നിൻ്റെ പേശികൾക്കുണ്ടാവും. മസിൽ കൂടിയതായി കാണിക്കും. ഇപ്പം ചില പ്രോട്ടീൻ പൗഡർ പറഞ്ഞാൽ മസിൽ വർദ്ധിക്കും. മസിൽ അങ്ങനെ വർദ്ധിക്കേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. ഇപ്പോൾ ഉദാഹരണം ജിമ്മിൻ്റെ പരസ്യം ചെയ്യുന്ന ആളുകൾ പരിധിവിട്ട മസിലുകൾ അവർ കാണിക്കും. അങ്ങനത്തെ ഒരു പരിധിവിട്ട മസിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഇത് ഊതി വീർപ്പിച്ച മസിലാണ്. അത് തന്നെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ രോഗമായി മാറും. മനസ്സിലാവുണ്ട് പറഞ്ഞു. വളരെ ഞാൻ ജിമ്മിൽ പോകുന്നവരെ കുറ്റം പറയല്ല, ഞാൻ അവരുടെയും കൂടി ശത്രുത എനിക്ക് വേണ്ട, അതുകൊണ്ട് പറയല്ല. പക്ഷേ അവിടെയൊക്കെ നീ ഒരു മിതത്വം പാലിക്കുന്നത് നിനക്ക് നല്ലതാണ്. ഈ ജിമ്മിൽ പോകുന്ന ആളുകളൊക്കെ പലപ്പോഴും പ്രോട്ടീൻ പൗഡർ കഴിക്കും. ഈ പ്രോട്ടീൻ പൗഡറുകളിൽ പലതും പുറത്തുനിന്ന് വരുന്നതാണ്. ആ കമ്പനികളുടെ എന്തൊക്കെ കൊണ്ടാണ് ഈ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു കൃത്യത പോലും ഇന്ന് നമുക്ക് ഇല്ല. അപ്പം നമ്മളെ നാട്ടിലാണ് എങ്കിൽ നമുക്ക് വിവരാവകാശ ഒരു എന്താ പറയുക അർഹത അനുസരിച്ച് ഒരു ഇന്നാലിന്ന പ്രൊഡക്റ്റിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് കോടതി നമുക്ക് കേസ് കൊടുക്കാം. നമ്മുടെ രാജ്യമാണ്. വിദേശത്ത് വരുന്ന ഈ പ്രോട്ടീൻ പൗഡറുകളിൽ പ്രോട്ടീൻ ഉണ്ടാകാം, പക്ഷെ അത് എവിടുന്ന് വന്നു? നാച്ചുറലായ പ്രോട്ടീനാണോ അതല്ല. മനസ്സിലാവേണ്ട പറഞ്ഞത്, ചില രാസപദാർത്ഥങ്ങൾ വഴിയായി ഉണ്ടാക്കിയ കരുത്താണോ എന്നൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ, നമ്മുടെ സാഹചര്യത്തിൽ പ്രയാസകരമാണ്. അപ്പം നിനക്ക് നല്ലത് അത് ഉപയോഗിക്കാതിരിക്കലാണ്. നിൻ്റെ ബോഡിക്ക് ആവശ്യമായ ഒരു വ്യായാമത്തിനപ്പുറം വ്യായാമം ചെയ്യാതിരിക്കലും നല്ലതാണ്. മനസ്സിലായില്ല? അപ്പം ബോഡിക്ക് ആവശ്യമായൊരു വ്യായാമത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ബോഡിക്ക് ആവശ്യമായതിനപ്പുറത്തേക്കൊരു വ്യായാമത്തിലേക്ക് പോകരുത്. കാരണം അതെന്നും നിലനിർത്താൻ നിനക്ക് കഴിയില്ല. എന്നാൽ തീരെ വ്യായാമം ഇല്ലാതെയും ഇടരുത്. മസിൽ കാണിക്കുന്നത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയോ പ്രോട്ടീൻ പൗഡർ കഴിക്കുകയോ ചെയ്യരുത്. അതൊക്കെ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും. എന്നാൽ വളരെ നാച്ചുറലായ ഫുഡിൽ നിന്ന് ഈ പ്രോട്ടീൻ പൗഡർ തരുന്നതിനേക്കാൾ വിശ്വാസയോഗ്യമായ പ്രോട്ടീൻ പടച്ച തമ്പുരാൻ, ജഗദീശനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ, സ്രഷ്ടാവായ തമ്പുരാൻ ഇവിടുത്തെ പല സാധനങ്ങളിലും കൃത്യമായി വെച്ചിട്ടുണ്ട്. അത് കഴിക്കാൻ തയ്യാറായാൽ മതി. അങ്ങനെയുള്ളൊരു വിഷയത്തിലുള്ളൊരു പഠനത്തിൻ്റെ ആരംഭമാണ് ഇന്ന്. ഒരു ക്ലാസ്സും കൂടി ഞാൻ ഈ വിഷയത്തിലേക്ക് എടുക്കും. ഇത്തരം കൃത്രിമമായ ഉൽപ്പന്നങ്ങൾ ഈ ഒരു കാരണവശാലും നമ്മൾ കഴിക്കരുത്. അമിതമായ ഇറച്ചി കഴിക്കുക, അതൊക്കെ ദോഷം ചെയ്യും. ഇറച്ചി ഒരു സൂപ്പർ ഫുഡാണ്. അപ്പോൾ തന്നെ ഇറച്ചി ഉപയോഗിക്കുന്നതിന് പരിധി വേണം. ഇറച്ചി തിന്ന മനുഷ്യന്മാരൊക്കെ ആരോഗ്യമാണെങ്കിൽ ഇന്നത്തെ തലമുറകളൊക്കെ എല്ലാവരും മറ്റേ മൈക്ക് ടൈസനെ പോലെയോ അല്ലെങ്കിൽ കാഷ്യസ് ക്ലേ മുഹമ്മദ് അലിയെ പോലെയൊക്കെ വലിയ ഹെവി വെയിറ്റ് ചാമ്പ്യന്മാരാണ്. ഇറച്ചി തിന്നവർക്കൊക്കെ കരുത്തുണ്ടാക്കുകയാണെങ്കിൽ മലബാറിൽ എന്താ പറയുക, ലോക ഹെവി വെയിറ്റ് ചാമ്പ്യന്മാരല്ലാതെ ഉണ്ടാകാൻ പാടില്ല. കാരണം അതിന് മാത്രം ഇറച്ചിയാണ് മലബാർ തിന്നുന്നത്.
അത് മലബാറികളെ ക്യാൻസർ രോഗികളാക്കിയതാണ് ഇന്നത്തെ ഇറച്ചി. എൻ്റെ കുട്ടിക്കാലത്ത് 1 കിലോ ഇറച്ചി കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് 3-4 കിലോമീറ്റർ ഓടണം. എൻ്റെ കുട്ടിക്കാലത്ത് ഇറച്ചില്ല, ഇറച്ചിട്ടില്ല, അവിടെ പോയി കൊണ്ടുവരണം 3 കിലോമീറ്റർ. ഇന്നിപ്പോൾ 1 കിലോമീറ്ററിനുള്ളിൽ എത്ര ഇറച്ചിച്ചാളുകളാണ് മലബാറിൽ? ഇറച്ചിയുടെ അമിതമായ ഉപയോഗം. ഇപ്പോൾ എത്ര വലിയ തറവാടാണെങ്കിലും ഒരു കാലത്ത് 1 കിലോ 1.5 കിലോ ഇറച്ചിയാവും. ഇന്ന് 2 വീട്ടിലേക്കും 2-3 കിലോ ഇറച്ചിയാവും. ഇറച്ചിയുടെ അമിതമായ ഉപയോഗം ഉണ്ടാകാൻ പാടില്ല. പിന്നീട് പറയാം. കാരണം ഇറച്ചി സൂപ്പർ ഫുഡാണ്. സൂപ്പർ ഫുഡ് എന്ന് പറയുമ്പോൾ അത് അമിതമായി ഉപയോഗിക്കാൻ പാടില്ല. ചില മരുന്നുകളിൽ തങ്കഭസ്മം ഉപയോഗിക്കും. ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ഉന്നതനായ സിനിമാ നടൻ തങ്കഭസ്മം അമിതമായി ഉപയോഗിച്ചതിന് ശേഷം രോഗം വന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിലെ പ്രഗത്ഭനായ ഒരു ഉന്നതനായ സിനിമാ നടൻ, പേര് പറയുന്നത് ഹൈറില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. തങ്കഭസ്മം എന്നത് മരുന്നിന് ഉപയോഗിക്കുന്ന സാധനമാണ്, അത് ഫുഡിൽ ഉപയോഗിക്കരുത്. മനസ്സിലായില്ല? അപ്പോൾ എന്തായി? ആ കണ്ടന്റുകൾ ബോഡിയിൽ അധികരിച്ചു. ഇതാ മനുഷ്യന് ക്യാൻസർ ഉണ്ടാക്കി. അപ്പോൾ ഏത് സാധനം, പിന്നെ ഫുഡിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ഫുഡ് ആവുമ്പോൾ എന്താണെന്നറിയോ, അത് അതിൻ്റെ സിസ്റ്റത്തിനനുസരിച്ച് നമ്മളങ്ങനെ കൊണ്ടുപോയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇറച്ചി അമിതമായി ഉപയോഗിക്കുക, പുതിയ പാലുൽപ്പന്നങ്ങൾ വാങ്ങി അമിതമായി കഴിക്കുക, പാലിൻ്റെ പ്രോട്ടീൻ പൗഡറുകൾ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. വലിയ വലിയ 10,000, 12,000 ഒക്കെ 15,000 ഒക്കെ വിലയുള്ള പിന്നെ പാലുൽപ്പന്നങ്ങളുണ്ട്. ഇപ്പോൾ ജർമ്മനിയിൽ നിന്നും അതേപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിൽ നിന്നൊക്കെ വരുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ പശു വളർത്തുന്ന രാജ്യങ്ങളാണതൊക്കെ. മനസ്സിലായില്ല? ലോകത്തെ ഏറ്റവും കൂടുതൽ പശു വളർത്തുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാനം തന്നെ എന്താണ്? പാലുൽപ്പന്നങ്ങൾ. ഇപ്പോൾ നിഡോ ആയാലും ആങ്കോർ ആയാലും അതൊക്കെ വരുന്നത് ഇവിടുന്ന യൂറോപ്പിൽ നിന്ന് വരുന്നതാണ്. നിഡോ മനസ്സിലായില്ല? നമ്മളെ ഇതില്ലേ, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വരുന്നതാണ്. മനസ്സിലായി? പാലുൽപ്പന്നങ്ങളൊക്കെ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരിക. അപ്പോൾ ഈ അമിതമായ പാലുൽപ്പന്നങ്ങളോ പാലിൻ്റെ പൊടികളോ അതൊന്നും വാങ്ങിക്കഴിക്കരുത്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ പാലിൻ്റെ അളവിൽ കഴിക്കാന്നല്ലാതെ ഈ പാലിൻ്റെ ഉൽപ്പന്നങ്ങളോ ഇതോ രാവിലെയും വൈകുന്നേരം ഓരോ ഗ്ലാസ് വാങ്ങിക്കൊടുക്കുക, ഒരു പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കൊടുക്കുക, അതൊന്നും നമുക്ക് നല്ലതല്ല. നമുക്ക് ഏറ്റവും നല്ലത് ഇതൊക്കെ പടച്ച തമ്പുരാൻ വെച്ചിട്ടുള്ള ഇഷ്ടം പോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളെ നാട്ടിൽ സുലഭമായി കിട്ടും. ലോകത്തെ ഏറ്റവും ആരോഗ്യവാന്മാരായ ജനത ജീവിച്ചിരുന്ന നാടാണ് കേരളം. ഒരു മനുഷ്യന് ആരോഗ്യവത്തായ ഒരു ബോഡി ഉണ്ടാക്കണമെങ്കിൽ ഒന്നാമത്തെ വേണ്ടത് എന്താണ്? അവിടുത്തെ സിസ്റ്റം ശരിയാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് ഞാറ്റുവേലകൾ കൃത്യമായി, ഇവിടെ ഋതുഭേദങ്ങൾ, വസന്തം, ഹേമന്തം, ഗ്രീഷ്മം, ശിശിരം, അതൊക്കെ 3 മാസത്തിനനുസരിച്ച് ഈ ഋതുഭേദങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു സിസ്റ്റം നമ്മളെ നാട്ടിൽ. അതായത് അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കരുത്ത് നമുക്കുണ്ടതാണ്. നമ്മൾ ചൂട് കൂടിയ നാടുമല്ല, ചൂട് പറ്റ കുറഞ്ഞ നാടുമല്ല, തണുപ്പ് കൂടിയ നാടല്ല, തണുപ്പ് പറ്റ കുറഞ്ഞ നാടുമല്ല. ഇതാണ് ആ മിതശീതോഷ്ണാവസ്ഥയാണ് ഒരു ബോഡിക്ക്. മനസ്സിലായില്ല? അതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ തന്നെ എന്ത് കിട്ടും? ഒരു ഊർജം കിട്ടും. അങ്ങനെ ലോകത്തെ ഏറ്റവും നല്ല നാടാണ് ഏത്? കേരളം. അതുകൊണ്ട് അതിന് ഖൈറുള്ള എന്ന് പേര് വന്നത്. ആ ഖൈറുള്ള എന്ന വാക്കിൽ നിന്നാണ് കേരളം എന്ന വാക്കുണ്ടായത്. അപ്പം നമ്മളെ ഒന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. നമ്മളെ സിസ്റ്റത്തിൽ പഴയ കാലത്തെ പിതാക്കന്മാർ, അവർക്ക് ജർമ്മനിയിൽ നിന്നോ സ്വിറ്റ്സർലാൻഡിൽ നിന്നോ വരുന്ന ഈ പ്രോട്ടീൻ പൗഡറുകൾ അവർ കുടിച്ചിട്ടുണ്ടോ? അവർക്ക് ജർമ്മനി എന്താണെന്നറിയോ? അവർക്ക് അമേരിക്ക അറിയോ? അവർക്കൊന്നും അറിയില്ല. അമേരിക്ക അറിയില്ല. അമരക്ക എന്നുള്ളൊരു എന്താ പറയുക, അമരക്ക എന്നുള്ളൊരു പിന്നെ ഒരു പച്ചക്കറി സാധനം ഉണ്ടായിരുന്നു. അമേരിക്ക അറിയില്ല. അമരക്ക നമുക്കിപ്പം അമരക്ക എന്ന് കേട്ടില്ലേ? അമരക്ക അതൊരു നല്ല ഫുഡാണ് അമരക്ക. അവർക്ക് അമേരിക്ക അറിയില്ല. നമുക്ക് അമേരിക്ക അറിയും, അമരക്കാൻ അറിയില്ല. വീട്ടിലുണ്ടാകുന്ന നല്ല ഒരു പച്ചക്കറി ഉൽപ്പന്നമാണ്. എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ അമരക്കാൻ്റെ വള്ളി ഉണ്ടായിരുന്നു. അതിലിങ്ങനെ തൂങ്ങിക്കിടക്കും ആ സാധനം. നല്ല കരുത്താണ്.
ആ കോവക്ക വേറെ, അമരക്ക വേറെ, ബീൻസ് വേറെ, അതൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ കരുത്ത് എന്ന് പറഞ്ഞു ഭയങ്കര വല്ലാത്തൊരു കരുത്ത്, ഒരു ഗംഭീരമായ കരുത്ത് അതിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മളെ അടുത്ത കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയുക, ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരുതരം മിഥ്യാധാരണയിൽ മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എത്തിപ്പെട്ടു എന്നത് വളരെ ദുരന്തകരമായ ഒരു സാധനം. നമ്മുടെ ബാപ്പന്മാർ, അപ്പൂപ്പന്മാർ, അമ്മൂമ്മമാർ, വല്യമ്മമാർ, മുതുമുത്തശ്ശിമാർ ഇവരൊക്കെ 100 ചില്ലാനം വയസ്സും ആരോഗ്യത്തോടെ ജീവിച്ചവരാ. അതിന് അവരൊരു പ്രോട്ടീനോ ഒരു പ്രത്യേക മരുന്നോ ഗുളികയോ ഒരു പ്രോട്ടീൻ ഗുളികയോ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെന്താ അവർ ചെയ്തത്? അവർ കൃത്യമായി കഴിക്കുന്ന ചില ആരോഗ്യത്തിന് ഉപകരിക്കുന്ന ചില ചേരുവകൾ ഭക്ഷണത്തിലുണ്ടായിരുന്നു. അതവർക്ക് കരുത്ത് നിലനിർത്തിയതാണ്. വലിയ കരുത്ത്. അവർ പാടത്തും പറമ്പിലൊക്കെ ഇപ്പോൾ ഈ അടുത്ത ദിവസം ഉംറക്ക് പോയ ഒരാളുടെ, ഒരു വയനാട്ടുകാരനെ കുറിച്ച് ഞാൻ ആരോ അയച്ചു തന്നു. 100 വയസ്സുള്ളൊരു മനുഷ്യൻ, 90 വയസ്സ്, 100 മല്ല, ഏതായാലും വലിയ വയസ്സുള്ളൊരു വ്യക്തി ഉംറക്ക് പോയി ഹിറ ഗുഹയിലേക്ക് പർവ്വതം നടന്ന് കയറിപ്പോന്നു. ഒന്നൊരു പ്രയാസയാക്കില്ല. എന്തുകൊണ്ട്? പഴയ കരുത്ത്, പഴയ കാലത്തെ ശരീരത്തിൻ്റെ ഒരു കരുത്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെയാണ് ഗൗരവമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നമ്മുടെ ഫുഡിൽ വന്ന വ്യത്യാസമാണ് നമ്മുടെ ആരോഗ്യം ക്ഷയിക്കാനുള്ള അടിസ്ഥാന കാരണം. അതിനെ പാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്? പ്രോട്ടീൻ പൗഡറുകളെ അവലംബിക്കാൻ പാടില്ലാത്തതാണ്. അപ്പം നമ്മളെ അടുക്കളയിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന പയറ്, മുതിര, കടല പോലത്തെ സാധനങ്ങൾ ഇന്ന് സത്യത്തിൽ നമ്മളെ അടുക്കളയിൽ ഇല്ല, നമ്മളെ ഭക്ഷണ പദാർത്ഥത്തിലും ഇല്ല. അത് വളരെ പ്രകൃതിദത്തമായ പോഷക സമൃദ്ധമായ പാരമ്പര്യ ഭക്ഷണങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ തിരിച്ചു പോയാൽ തന്നെ നമ്മളെ ഈ നിലവിലുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും തീരും. അതിനുവേണ്ടി ഗുളിക വാങ്ങി കഴിക്കുക. തടി കൂടാൻ വേണ്ടി ഗുളിക കഴിക്കരുത്. തടി കൂടാൻ വേണ്ടി ഭക്ഷണം കൂടുതൽ കഴിക്കരുത്. ചില ആളുകൾ ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ തടി കൂടില്ല. ഭക്ഷണം കുറച്ചിട്ടുള്ള തടി കുറയലും മോശമാണ്. മനസ്സിലാവേണ്ട പറഞ്ഞത്? ഭക്ഷണം ഒരു മിതമായി കഴിച്ചതിന് ശേഷം അയാൾ വ്യായാമം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ശരീരത്തിലെ ഫാറ്റൊക്കെ ഇളകിപ്പോവും. അപ്പോൾ ഉണ്ടാവുന്നൊരു തടി എന്നല്ല, ആ തടിക്ക് കരുത്തുണ്ടാവും. ഇപ്പം ചില കുട്ടികൾ ഇപ്പോൾ തടിയില്ലാത്ത കുട്ടികൾ തടി കൂടാൻ വേണ്ടി നല്ലോണം തിന്നും. തടി കൂടിയാൽ നിങ്ങൾ കഥ കഴിഞ്ഞു. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ നല്ല അവസ്ഥ എന്ന് പറഞ്ഞാലും ഒരു മിതമായ തടി ഉണ്ടാവില്ല. അതിന് സൗന്ദര്യം ഉണ്ടാവും. തടി പറ്റ കുറഞ്ഞാൽ സൗന്ദര്യം കുറയും. തടി കൂടിയാലോ ആരോഗ്യം പോവും. മനസ്സിലായില്ല? ഒരു മിതമായ ബോഡി പറഞ്ഞാൽ മിതമായ ഭക്ഷണം കഴിച്ച് ആരോഗ്യം ഉണ്ടാവും. ആ ബോഡിക്ക് നല്ല കരുത്തുണ്ടാവും. ഒരു മനുഷ്യന് ആവശ്യമായത് സലുല്ലാഹൽ ആഫിയ. അള്ളാഹുവോട് നിങ്ങൾ എപ്പോഴും, സർവേശ്വരനായ പടച്ചതമ്പുരാനോട് നിങ്ങളെപ്പോഴും എനിക്ക് ആരോഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പുണ്യ ഗുരുഭൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ മഹാന്മാരും അങ്ങനെ പറഞ്ഞു. അപ്പോൾ മനുഷ്യന് ഏറ്റവും വലിയ സമ്പത്ത് പറഞ്ഞാൽ എന്താണത്? അത് ആരോഗ്യമാണ്. അപ്പോൾ ആരോഗ്യം കിട്ടാൻ എന്താ ചെയ്യുന്നത്? നമ്മൾ പഴയകാല അടുക്കള രീതികളിലേക്ക്, പാചകങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചെറുപയർ. ഏറ്റവും കൂടുതൽ, അതായത് ലോകത്ത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളിൽ എമ്പാടും പ്രോട്ടീൻ അടങ്ങിയൊരു ഭക്ഷണമായി ലോകത്തുള്ള അതിപ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകൾക്ക് സജസ്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭക്ഷണമാണ് എന്ത്? ചെറുപയർ. ചെറുപയർ കഴിക്കണം. അത് നല്ലൊരു ഫുഡാണെന്ന് പറഞ്ഞാൽ 20 മുതൽ 24% വരെ പ്രോട്ടീൻ അതിൽ അടങ്ങിയിട്ടുണ്ട്. ബോഡിക്ക് ആവശ്യമായ 20 മുതൽ 24% വരെ പ്രോട്ടീൻ നിൻ്റെ ബോഡിയിലേക്ക് കിട്ടാൻ എന്തുപകരിക്കും? ചെറുപയർ. ഈ രാവും പകൽ ഇറച്ചി തിന്നതിന് പകരം ചെറുപയർ ഒരാഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ഈ ചെറുപയർ കഴിക്കുക. ആ ചെറുപയർ കഴിച്ചാൽ ചെറുപയർ നിൻ്റെ ബോഡിയെ നന്നാക്കും. എന്നും പുതിയ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും കഴിക്കുമ്പോൾ രാവിലെ ഉമ്മ കുറച്ച് ചെറുപയറും പിന്നെ ഒരു വെള്ളപ്പോ അല്ലെങ്കിൽ പുട്ടോ ഉണ്ടാക്കിയാൽ അത് തിന്നാൻ കുട്ടികളെ കിട്ടൂല. അല്ലേ? സത്യമല്ലേ? ഒന്ന് എന്താണ് അതിൻ്റെയൊക്കെ രുചി? നല്ല കൈകൊണ്ട്, നല്ല മനസ്സുള്ള, നല്ല പെണ്ണ്, അവധാനതയിൽ
നേരം വെളുത്ത് കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി അടുക്കളയിൽ വന്നിട്ട് ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ ഭക്ഷണത്തിന് മികവെത്രയാണ്. ഇപ്പം ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്താ പറയുക മൺചട്ടികളുടെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരത്തെ തന്നെ വിധം ഞാൻ പറഞ്ഞുതരാം, കുറച്ച് ഞാൻ വിധം പറഞ്ഞുതരാം. അതിലൊക്കെ ഉണ്ടാക്കി ആ ചെറുപയർ കഴിച്ചാൽ എന്താ അതിൻ്റെ രസം. കുറച്ച് പുട്ടും 1-2 കഷ്ണം പുട്ടും കുറച്ച് ചെറുപയറും, നിനക്ക് ആവശ്യമായ ഒരു ദിവസത്തിൽ ആവശ്യമായ ഏകദേശം പ്രോട്ടീൻ അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ കഴിക്കൂല. അല്ലേ, സത്യമല്ലേ നമ്മൾ പറയുന്നത്? പ്രോട്ടീൻ ആവശ്യമായത് എല്ലാം ഉണ്ട്, പക്ഷെ കഴിക്കൂല. നോക്ക് നിങ്ങൾ. അപ്പം അങ്ങനെ ഈ നമ്മളാണ് പിന്നീട് ആവശ്യമില്ലാത്ത 20 മുതൽ 24% വരെ ഗുണനിലവാരമുള്ള നാച്ചുറൽ പ്രോട്ടീൻ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഫെനിലാലൈനിൻ, അതേപോലെ തന്നെ ലൂസിൻ, ഐസോലൂസിൻ, വാലൈൻ, ലൈസിൻ തുടങ്ങിയ 9 അവശ്യ അമിനോ ആസിഡുകളാൽ സമൃദ്ധമാണ് ചെറുപയർ. ശാസ്ത്രീയമായ വിശകലനമാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. അതായത് ശരീരത്തിന് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഫെനിലാലൈൻ, അതേപോലെ തന്നെ ലൂസിൻ, ഐസോലൂസിൻ, വാലൈൻ, ലൈസിൻ തുടങ്ങിയ 9 അവശ്യ അമിനോ ആസിഡുകളാൽ സമൃദ്ധമാണ് ചെറുപയർ. ഇത് കോശങ്ങളുടെ പുനർനിർമ്മാണത്തിനും പേശികളുടെ വളർച്ചയ്ക്കും ഹോർമോൺ ഉൽപ്പാദനത്തിനും അത്യാവശ്യമാണ് ചെറുപയർ കഴിക്കുന്നത്. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കും. മാത്രവുമല്ല ചെറുപയർ മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതിലുള്ള അമിനോ ആസിഡുകൾക്ക് കയ്യും കണക്കുമില്ല. അതായത് നിൻ്റെ ബോഡിയെ നല്ലൊരു നിലവാരത്തിലേക്ക് ഉയർത്താൻ പറ്റിയ നല്ല സാധനമാണ് ചെറുപയർ. ആ ചെറുപയർ ഏറ്റവും നല്ലത് ചെറുപയർ മുളപ്പിക്കുക. കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിലിട്ടുവെച്ചാൽ നേരം വെളുക്കുമ്പോഴത്തേന് എന്താവും? മുളക്കും. വെള്ളത്തിലിട്ടൊക്കെ നല്ലൊരു മൺചട്ടി, ചെറിയ മൺചട്ടിയിൽ, നമ്മളെ വീടുകളിലൊക്കെ പഴയ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു. ഒരു മൺചട്ടിയിൽ വെള്ളം വാർന്നിട്ട് ആ വെള്ളത്തിലേക്ക്, നല്ല ശുദ്ധമായ വെള്ളത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? ചെറുപയറിട്ടൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഒക്കെ ചെയ്ത് ശുദ്ധീകരിച്ചതിന് ശേഷം ശുദ്ധമായ വെള്ളം, ഞാൻ വെള്ളത്തോടു കൂടെ തന്നെ പാചകം ചെയ്യുക. മനസ്സിലായില്ല? അങ്ങനെ അത് വളരെ വലിയ കരുത്താണ്. മുളപ്പിച്ച ചെറുപയറിൽ ഈ അമിനോ ആസിഡുകൾ അളവും പ്രോട്ടീൻ്റെ ഗുണനിലവാരവും വർദ്ധിക്കുന്നതായി ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ശാസ്ത്രീയ വിശകലനം അനുസരിച്ച് ചെറുപയറിൽ വിറ്റാമിൻ B1, വിറ്റാമിൻ B2, വിറ്റാമിൻ B3, വിറ്റാമിൻ B5, വിറ്റാമിൻ B6, പിന്നെ ഫോളേറ്റ്, അതേപോലെ തന്നെ അതായത് വിറ്റാമിൻ B9, അതേപോലെ തന്നെ ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ചെറുപയറിൽ. ശരീരത്തിൻ്റെ മെറ്റബോളിസത്തെ വേഗത്തിലാക്കാനും നാഡീവ്യൂഹങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനും ഇങ്ങനെ ചെറുപയർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ ഗുണകരമാണ്. അതായത് എവിടെയൊക്കെ നിനക്ക് പിന്നെ പേച്ച് വർക്ക് ചെയ്യേണ്ടതുണ്ടോ, പുതിയ കോശങ്ങളുടെ നിർമ്മാണങ്ങൾ, കരുത്ത്, ബലം, ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു സാധനമാണ് ചെറുപയർ. ഇപ്പം ഈ നമ്മളൊക്കെ ഇതൊക്കെ പറയുന്ന ആളുകൾ, നമ്മൾ ചിന്തിക്കുന്നവർ ആരാ ഇപ്പം ഈ അടുത്ത ദിവസം അതേസമയം ഒരു ഹോട്ടലിൽ കയറി ചെറുപയറുണ്ടെങ്കിൽ കഴിക്കൂല, അതേസമയത്ത് അവിടെ രാവിലെ കോഴിപ്പാട്സ് ഉണ്ടെങ്കിൽ കഴിക്കും. കോഴിപ്പാട്സ് വലിച്ചെറിയേണ്ട സാധനമാണ് ഈ കോഴിപ്പാട്സ്. അതാണെന്ന് മലബാറിലെ ഏറ്റവും നല്ല ഭക്ഷണം. എന്തില്ലേ പറയൂ, എന്തില്ലേ? അതവർ പുതിയ ചേരുവകൾ ഇട്ടിട്ടുണ്ട് രസമാക്കും. ചില പൊടികളും അതിൽ കൂട്ടും. അത് നാവിൽ കൊതിയൂറുന്ന വല്ലാത്തൊരു രസം അതിലേക്ക് ഉണ്ടാക്കും. അതിന് പല സൈസുകളും അതിൽ പല പൗഡറുകളും ഇടും. കൊതിപ്പിക്കുന്ന പൗഡറുകൾ അതിലിട്ടിട്ടുണ്ടാവും. ഈ അമിതമായ കൊഴുപ്പുള്ള അത്തരം ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത്. കാരണം ആ പൊടികൾ പലതും കൃത്യമായിരിക്കും. അതേസമയത്തോടെ ചെറുപയറുണ്ടെങ്കിൽ കഴിക്കൂല. എന്തിനപ്പോൾ അതൊക്കെ പറയണേ? ഉമ്മ ചെറുപയർ, നല്ല ചെറുപയറും പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും രാവിലെ വീട്ടിൽ, കഴിക്കൂല. എന്നിട്ട് അവിടുന്ന് നേരെ വന്നിട്ട് എന്ത് ചെയ്യും? ഒരു ഹോട്ടലിൽ കയറിയിട്ട് ആ ഹോട്ടലിൽ കൃത്രിമമായ ഭക്ഷണം കഴിക്കും. പിന്നെ നിന്നെ സംരക്ഷിക്കാൻ ഒരാൾക്കും കഴിയൂല. കാരണം നിന്റെ നരകം നീ തന്നെയാണ് ഉണ്ടാക്കിയത്, നിന്റെ ശരീരത്തെ നീ തന്നെയാണ് നശിപ്പിച്ചത്. അപ്പോൾ ചെറുപയർ നേരത്തെ തന്നെ എന്ത് ചെയ്യുക? വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് അതിന് കാല് നീളും, വൈറ്റ് കാല് ഉണ്ടാവും. നേരം വെക്കുമ്പോൾ കണ്ടിട്ടില്ലേ? നല്ല വൈറ്റ് കാലുകൾ വരും. അതങ്ങനെ തന്നെ എടുത്തിട്ട്
എടുത്ത് കഴിച്ചാലും ചെറിയതായിട്ട് ഒന്ന് പുഴുങ്ങുക, ലേശം ഒന്ന് പുഴുങ്ങുക. ഇനി അങ്ങനെയും കഴിക്കാം. അതിലേക്ക് കുറച്ച് ഒറിജിനൽ ശർക്കര ചേർക്കുക. തിരിഞ്ഞില്ല, ചെറുപയർ എന്ത് ചെയ്യുക, വെള്ളത്തിലിട്ട് കുതിർപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് എന്ത് ചേർക്കുക, ശർക്കര, ശുദ്ധമായ തേന് ഒക്കെ പറ്റും. നല്ല ശുദ്ധമായ ശർക്കര മനസ്സിലാവണം. ആ ശർക്കരയും ചേർത്തിട്ട് അത് കഴിച്ചാൽ എന്താ അതിൻ്റെ ടേസ്റ്റ്. ഒരു ലേശം പച്ചവെള്ളം മതി. അപ്പോൾ അതിലേക്ക് വേറൊന്നും കൂട്ടണ്ട, ചായ വരെ കൂട്ടണ്ട. ചായ എല്ലാത്തിലും കൂട്ടരുത്, കുറച്ച് പിന്നെ ചായ നീ വേറിട്ട് കഴിച്ചോ. ചായ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂട്ടാതിരിക്കണം നല്ലത്. ഭക്ഷണം സ്വയം കഴിക്കണം. പിന്നെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞ് ചായ വേറെ കഴിക്കണം. നല്ല ഫുഡ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും ചായ കഴിക്കരുത്. ഇപ്പം ഇന്നലെ എൻ്റെ വീട്ടിൽ എൻ്റെ പരിപാടിയുണ്ട്. ഇന്നലെ വൈകുന്നേരം എനിക്കൊരു ഭക്ഷണം ഉണ്ടാക്കി തന്നു, നല്ല ഭക്ഷണം. ചായയും കൊണ്ടുവന്നു. ഞാൻ ചായ കഴിച്ചില്ല. എന്തുകൊണ്ട് ചായ കഴിച്ചില്ല വെച്ചെങ്കിൽ ചായ അവിടെ ഈ ഫുഡിൻ്റെ കരുത്ത് ഇല്ലാതാക്കും. അപ്പോൾ ഒരു ലേശം പച്ചവെള്ളം കുടിച്ചാൽ മതി. ചെറുപയറിലേക്ക് മനസ്സിലായി, മുളപ്പിച്ച ചെറുപയറിലേക്ക്, കുതിർപ്പിച്ച് മുളപ്പിച്ച ചെറുപയറിലേക്ക് നല്ല കുറച്ച് ശർക്കര ചേർക്കുക. എന്താ അതിൻ്റെ രസം. അപ്പോൾ ഇതൊക്കെ നമ്മളെ കരുത്ത് കൂട്ടുന്ന സാധനങ്ങളാണ്. അതൊക്കെ നമ്മളെ അടുക്കളയിൽ നിന്ന് ഇല്ലാതെയായി എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള ഈ ചെറുപയറിൽ ഇരുമ്പ്, മാഗ്നീഷ്യം, പൊട്ടാസ്യം, മാംഗനീസ്, ചെമ്പ്, തുടങ്ങിയ അവശ്യധാതുക്കൾ, മിനറൽസ്, ധാരാളം മിനറൽസ് അതിൻ്റെ ഉള്ളിലുണ്ട്. മറ്റു പല പയർവർഗ്ഗങ്ങളെയും അപേക്ഷിച്ച് ചെറുപയറിൽ ഫൈറ്റിക് ആസിഡ് പോലെയുള്ള ആൻറ്റി ന്യൂട്രിയൻറ്റുകൾ വളരെ കുറവാണ്. ഇത് ശരീരത്തിന് അയൺ, സിങ്ക് തുടങ്ങിയ ധാതുക്കളെ എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ സഹായിക്കും. അതായത് ചെറുപയറിൽ ഫൈറ്റിക് ആസിഡ് പോലെ ആൻറ്റി ന്യൂട്രിയൻറ്റുകൾ വളരെ കുറവായ സാധനമാണ് മറ്റു പയറുകളെ അപേക്ഷിച്ച്. അതുകൊണ്ട് എന്താണെന്നറിയോ, ഈ ധാതുക്കളെ നമ്മുടെ കോശങ്ങളിലേക്ക് സ്വീകരിക്കാനും നമ്മുടെ കോശ നിർമ്മാണത്തിനൊക്കെ വളരെ കരുത്തുണ്ടാക്കാൻ ഈ ചെറുപയറിന് കഴിയും. ചെറുപയറിൽ അടങ്ങിയിട്ടുള്ള വിറ്റക്സിന്, ഐസോവിറ്റക്സിന് തുടങ്ങിയ ശക്തമായ ഫ്ലേവനോയിഡ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിച്ച് വിട്ടുമാറാത്ത അസുഖങ്ങളിൽ നിന്നും ഹൃദയസ്തംഭനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകും. അതായത് ചെറുപയർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത വളരെ കുറവാണ്.